ഹായ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇപ്പം നിങ്ങളടുത്ത് എന്താ പറയാൻ വന്നത്, എൻ്റെ ഫേസ്ബുക്കിലായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായാലും എനിക്ക് വാട്സപ്പിലായാലും കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജ് വന്നത് എൻ്റെ ഫേസ്ബുക്കിലാണ്. കാരണം എന്നെ അറിയുന്ന അറിയാത്തവരുമായ കുറേ ആൾക്കാർ എനിക്ക് എൻ്റെ ബർത്ത്ഡേ വിഷസ് അയച്ച്. അതിലെനിക്ക് വളരെ സന്തോഷം. കാരണം നമ്മളെ ഇത്രയും ദിവസം കാണാതിരുന്നിട്ട് പോലും ആ ഒരു ദിവസം എനിക്ക് വേണ്ടി ഒരു മിനിറ്റെങ്കിലും ഒരു സെക്കൻഡ് എനിക്ക് വേണ്ടി ചിലവഴിച്ച എല്ലാവർക്കും വളരെ ബിഗ് താങ്ക്സ്. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. കാരണം മിക്ക ബർത്ത്ഡേക്കും ഞാൻ ഭയങ്കര ആഡംബരമായിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിച്ചിരുന്നൊരു വ്യക്തിയാണ്. ഇവൻ ദുബായ് വെച്ചിരുന്നായാലും നാട്ടിൽ വന്ന സമയത്തായാലും നല്ല രീതിയിൽ ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുമായിരുന്നു. പക്ഷേ അന്നേരം എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യത്തെ ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എൻ്റെ ഹാർട്ടിൽ ടച്ച് ചെയ്ത പല ആൾക്കാരുടെയും മെസ്സേജ്. കാരണം നമ്മളെയൊക്കെ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഓരോ ആൾക്കാർ നമ്മൾ ഓർത്തിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യം ദൈവം എനിക്ക് എന്തായാലും തന്നു. എനിക്ക് ഒരു മെസ്സേജ് അയച്ച എല്ലാ വ്യക്തികൾക്കും, ഓരോരോ മെസ്സേജ് എല്ലാ വ്യക്തികൾക്കും വളരെ വളരെ ബിഗ് താങ്ക്സ്. കാരണം നമ്മളെ ഓർക്കാൻ പറ്റിയല്ല അവർക്ക്. അത് തന്നെ വലിയൊരു ദൈവത്തിന് നന്ദി പറയുന്നു, നമ്മളെ ഒരു നിമിഷം ഓർത്തതിന്. പിന്നെന്താ പറയുക, ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിച്ചു. ഞാൻ വീട്ടിലല്ല ഭക്ഷണം കഴിച്ചത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഒരു അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. കാരണം ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് ബാക്കിൽ ഈവൻ ദുബായിലിരുന്ന സമയത്ത്, നാട്ടിൽ വന്ന സമയത്ത് അമ്മയായിട്ട് ഒരിക്കൽ ചോറ്റാനിക്കര പോയപ്പോൾ അമ്മ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചു. പക്ഷേ എനിക്കത് ക്ലിയറായിട്ട് ഓർമ്മ പോലും ഇല്ല. പക്ഷേ ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്കിത് ചോറ്റാനിക്കര പോകാനും എന്താ വെച്ചാൽ ദേവിയുടെ ദർശനം വെച്ചാൽ നല്ല അടിപൊളി ദർശനമായിരുന്നു. കുറേ നേരം ക്യൂ നിന്നെങ്കിൽ പോലും നല്ല ദർശനമായിരുന്നു. കാരണം ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളിന്ന് പുറത്തുനിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാമെന്നിങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇതിലിങ്ങനെ ക്യൂ നിൽക്കുന്ന ആൾക്കാർ. ഞാൻ ബ്രദറിനോട് പറഞ്ഞു നമുക്ക് ഈ പ്രാവശ്യം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനും ബ്രദറും കൂടെ അവിടെ അമ്പലത്തിൽ കയറി ക്യൂ നിന്ന് ഭക്ഷണം കഴിച്ചു. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. കാരണം അത് നമ്മൾ ചില ദിവസങ്ങൾ നമുക്ക് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്ന് എനിക്ക് ചോറ്റാനിക്കര അമ്മയുടെ നടയിൽ നിന്നായിരുന്നു ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ പറ്റിയത്. അതിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ വീട്ടിലെ ബ്രദർ പായസം ഉണ്ടാക്കി, മറ്റേ ബ്രഹ്മസല്ലി പായസം ഉണ്ടാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പായസമാണ് കേട്ടോ. ബ്രഹ്മസല്ലി പായസം അതുണ്ടാക്കി ഞാനും അവനും അത് കഴിച്ചു. പിന്നെ എന്താ പറയുക, ഇങ്ങനൊരു നല്ല ദിവസം എനിക്ക് തന്ന എല്ലാവർക്കും, ദൈവത്തിനും എല്ലാവർക്കും നന്ദി. അപ്പം എന്താ പറയുക, എനിക്ക് എല്ലാം ഗിഫ്റ്റ് കിട്ടിയത്. പക്ഷേ ഗിഫ്റ്റൊന്നും അങ്ങനെ ഈ പ്രാവശ്യം ആരും അങ്ങനെ. പിന്നെ എനിക്ക് ഒരു ചോക്ലേറ്റ് കിട്ടിയിരുന്നു. അതായത് നമ്മളുടെ ബിഗ് ബോസിലെ സൂര്യ, അതായത് എൻ്റെ സിസ്റ്റർ ഫ്രണ്ടാണ് പുള്ളിക്കാരി. ഞാൻ അമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ പുള്ളിക്കാരിയോടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവളൊരു ചോക്ലേറ്റ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിരുന്നു. അതിന് വളരെ വളരെ താങ്ക്സ് സൂര്യ. കാരണം അങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നതിന് ഭയങ്കര താങ്ക്സ്. കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ചെറിയ ഗിഫ്റ്റായാലും വലിയ ഗിഫ്റ്റായാലും എനിക്ക് എനിക്ക് തരുന്ന ഗിഫ്റ്റ് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണ്. സൂര്യയോട് വലിയൊരു താങ്ക്സ്. അതുപോലെ എനിക്ക് അനിയൻ അമ്പലത്തിൽ നിന്ന് എനിക്കൊരു വെള്ളിയുടെ ദേവിയുടെ ലോക്കറ്റ് മേടിച്ചു തന്നു. അതിന് വലിയൊരു താങ്ക്സ്. പിന്നെ എനിക്ക് ഞാൻ എല്ലാ വർഷത്തേക്കാട്ടും ഈ ഒരു വർഷത്തെ ബർത്ത്ഡേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ ആഘോഷിച്ചത്. കാരണം ഒന്നും എനിക്ക് എന്താ പറയുക തൃപ്തിയല്ല തോന്നിയില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ ഇനിയും വരും ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ച എല്ലാ വ്യക്തികൾക്കും വളരെ വളരെ ബിഗ് താങ്ക്സ്. അതുപോലെ എന്നെ ഓർത്തതിനും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.